+1 സീറ്റ് വിഷയത്തിൽ തിരുവനന്തപുരത്ത് നടന്ന KSU മാർച്ചിൽ സംഘർഷമുണ്ടായി. നിയമസഭയിലേക്കാണ് പ്രവർത്തകർ മാർച്ച് നടത്തിയത്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ച് പ്രവർത്തകരെ നിയന്ത്രിച്ചു. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. +1 സീറ്റ് വിഷയത്തിൽ തിരുവനന്തപുരത്ത് KSU മാർച്ച് നടത്തിയതിലാണ് സംഘർഷമുണ്ടായത്. പ്രവർത്തകരെ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ജലപീരങ്കി പ്രയോഗിച്ചു പോലീസ്. വീണ്ടും സംഘർഷഭരിതമായ അന്തരീക്ഷമാണ് അവിടെ നിലനിൽക്കുന്നത്. വിവരങ്ങളുമായി ഹരികൃഷ്ണൻ ചേർന്നു. ഹരി, ഇപ്പോഴും മാർച്ച് അങ്ങനെ തന്നെ തുടരുകയാണോ? ജലപീരങ്കി പ്രയോഗവും നടക്കുന്നുണ്ടോ? KSUവിന്റെ അവകാശ പത്രിക മാർച്ച് ഇപ്പോഴും തുടരുന്നതേ ഉള്ളൂ. നിയമസഭയിലേക്കാണ് KSUവിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത്. മാർച്ച് നിയമസഭയ്ക്ക് പരിസരത്ത് വെച്ച് തന്നെ പോലീസ് ബാരിക്കേഡുകൾ ഉപയോഗിച്ച് തടഞ്ഞു. മാർച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം സംസാരിച്ചതിന് ശേഷം പ്രവർത്തകർ പോലീസിന് നേരെ കല്ലെറിയുകയും ചെയ്തു. പോലീസ് ജലപീരങ്കി പ്രവർത്തകർക്ക് നേരെ പ്രയോഗിക്കുകയാണ്. 3-4 തവണ പ്രവർത്തകർക്ക് നേരെ പോലീസ് ഇതുവരെയും KSU പ്രവർത്തകർ അവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ ിലുമൊക്കെ കയറിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് KSU പ്രവർത്തകർ. ഇപ്പോഴും മുദ്രാവാക്യം വിളികളുമായി തുടരുകയാണ്. ഇതിനിടയിൽ പോലീസിനു നേരെ ചില പ്രവർത്തകർ പോലീസിനു നേരെ കല്ലെറിഞ്ഞു, കമ്പുകൾ വലിച്ചെറിഞ്ഞു. അതിനിടയിൽ പോലീസ് 4 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. ജലപീരങ്കി പ്രയോഗിക്കുന്നതിനിടയിൽ ചില പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പക്ഷേ എന്നിട്ടും പോലീസ് തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കില്ല. അവിടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ബാരിക്കേഡിനെ പ്രവർത്തകർ മറിച്ചിടുകയും ചെയ്തു. ഇപ്പോൾ മുദ്രാവാക്യം വിളികളുമായി KSU പ്രവർത്തകർ ബാരിക്കേഡിന് മുന്നിൽ തുടരുകയാണ്. വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കാനുള്ള തയ്യാറെടുപ്പാണ് പോലീസ്. അതെ, ജലപീരങ്കി വീണ്ടും പ്രവർത്തകർക്ക് നേരെ പ്രയോഗിക്കുന്നു. 2 ജലപീരങ്കികളാണ് ഇവിടെ ഉള്ളത്. KSUവിൽ അത്യാവശ്യം പങ്കാളിത്തം ഉണ്ടായിരുന്നു, പ്രവർത്തകരുടെ പങ്കാളിത്തം ഈ മാർച്ചിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രവർത്തകരെ നേരിടുന്നതിന് വേണ്ടി പോലീസ് 2 ജലപീരങ്കികൾ ഇവിടെ തയ്യാറാക്കിയിരുന്നു. ഈ 2 ജലപീരങ്കികൾ മാറി മാറി പ്രവർത്തകർക്ക് നേരെ ഇപ്പോൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ജലപീരങ്കി പലതവണ പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ ഈ പരിസരത്ത് തന്നെ തുടരുന്നു. കുറെ പേർ ബാരിക്കേഡിന് മുൻവശത്ത് മുദ്രാവാക്യം വിളികളുമായി പോലീസിന് നേരെ അടുക്കുന്നുണ്ട്. പോലീസ് ബാരിക്കേഡുകൾ ഉപയോഗിച്ച് തടഞ്ഞിട്ടുണ്ട്. പക്ഷേ ബാരിക്കേഡിന് അപ്പുറത്തേക്ക് ഒരു പ്രവർത്തകരെ കടക്കാൻ പോലീസ് ഇതുവരെ സമ്മതിച്ചിട്ടില്ല. ശരി ഹരികൃഷ്ണ, തിരുവനന്തപുരത്ത് നിയമസഭയിലേക്ക് KSU പ്രവർത്തകർ നടത്തിയ മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത്. പോലീസ് 4 തവണ പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. മാർച്ച് ഇപ്പോഴും സംഘർഷഭരിതമായി അവിടെ തുടരുന്നു.